ആരാ? എന്താ? ഓട്ടോറിക്ഷക്കാരൻ്റെ കൂലി കൊടുത്ത് വലിയ ഗേറ്റിനരികെ എത്തിയപ്പോഴേ പാറാവുകാരൻ്റെ ചോദ്യമുയർന്നു. ആ കൂറ്റൻ മതിലും വലിയ ഗേറ്റും ഇതെന്താ സ്കൂളോ അതോ സെൻട്രൽ ജയിലോ? ഞാനൊരു അഡ്മിഷന് വന്നതാണ്. കഴുത്തിലെ തോർത്ത് നേരെയാക്കി ഭവ്യതയോടെ പാറാവുകാരനോട് മൊഴിഞ്ഞു. ആർക്കാ? നിങ്ങൾക്കാണോ? പാറാവുകാരൻ്റെ പുച്ഛത്തോടെയുള്ള ചോദ്യം. ഏഭ്യൻ മനസ്സിൽ പറയാൻ വന്നെങ്കിലും സമചിത്തതയോടെ നിന്നു. അല്ല, എൻ്റെ പേരമകൾക്ക്. കൊമ്പൻ മീശക്കാരൻ പാറാവുകാരൻ നേരെ കൈ ചൂണ്ടി അടുത്ത് കണ്ട കെട്ടിടത്തിലേക്ക്. കാലൻ കുടയും നേരിയ ജുബയും മുണ്ടുമുടുത്ത തന്നെ അവന് പുച്ഛമായിരിക്കാം. അടുത്തു കണ്ട കെട്ടിടത്തിൽ ചെന്നു. അതാ ഒരു പെൺകുട്ടി. യെസ്, ക്യാൻ യു ഹെൽപ്പ് യു സർ? വന്ന കാര്യം പറഞ്ഞപ്പോൾ ആ കുട്ടിയാണ് പ്രിൻസിപ്പലിനെ കാണണമെന്ന് പറഞ്ഞത്. നമസ്കാരം. യെസ്, ആരാണ്? എന്താണ്? വാട്ട് യു വാണ്ട്? പ്രിൻസിപ്പൾ എന്ന ഗജകേസരുടെ മുന്നിലാണ് നിൽക്കുന്നത്. പ്രത്യേകിച്ച് CBSE കുട്ടികളുടെ എല്ലാമാണല്ലോ പ്രിൻസിപ്പൾ. ഞാൻ ഭവ്യതയോട് തൊഴുതു. സാർ, എൻ്റെ പേരമകളുടെ അഡ്മിഷന് വേണ്ടി വന്നതാണ്. ഞാനൊരു റിട്ടയർഡ് സ്കൂൾ വാദ്യരാണ്. അയാൾ ഇരിക്കാൻ പറഞ്ഞു. വളരെ സുമുഖനും മധ്യവയസ്കനുമായ ഒരു അധികായൻ. മുഖത്ത് ഗൗരവം സ്ഫുരിക്കുന്നു. ആ കണ്ണുകളിലെ ആ ശക്തി ഒന്ന് വേറെ തന്നെ. വില കൂടിയ പരവതാനി വിരിച്ച കേബിളിനുള്ളിൽ AC-യുടെ നേരിയ തണുപ്പിൽ നല്ല ആശ്വാസമായിരുന്നു. കയ്യിൽ കൊണ്ടുവന്ന മുൻ MLA കുഞ്ഞിരാമൻ നായരുടെ റെക്കമെൻഡേഷൻ ലെറ്റർ പതുക്കെ അദ്ദേഹത്തിൻ്റെ മുന്നിലേക്കിട്ടു. അദ്ദേഹം അത് സാഹൂതം വായിക്കുകയാണ്. പേരമകളുടെ അഡ്മിഷന് വേണ്ടി പോകാത്ത സ്കൂളുകളില്ല. എവിടെയും നോ വേക്കൻസി ബോർഡാണ് കാണുന്നത്. പുറത്ത് ബോർഡ് വച്ച് അകത്ത് പണം വാങ്ങി അഡ്മിഷൻ തകൃതിയായി നടക്കുന്നു. അവളുടെ അച്ഛനാണെങ്കിൽ അങ്ങ് ദുബായിൽ നിന്നും ആജ്ഞാപിക്കുകയല്ലേ വേണ്ടു. മോളെ നല്ല സ്റ്റാൻഡേർഡുള്ള ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ചേർക്കണം. ഡൊണേഷൻ എത്രയായാലും തരക്കേടില്ല. അവൻ എന്താ പറയുന്നതിന്? ഒരു സ്കൂൾ അധ്യാപകനായി, അതും പ്രധാന അധ്യാപകനായി പിരിഞ്ഞ തനിക്ക് ചില ചിട്ടവട്ടങ്ങളൊക്കെയുണ്ട്. അനാവശ്യമായി 10 പൈസ ചെലവാക്കാൻ തന്നെ കിട്ടില്ല. കട്ടൻ ചായയും പരിപ്പുവടയും കഴിച്ചാണല്ലോ താനൊക്കെ സ്കൂൾ ദിവസങ്ങൾ ചെലവഴിച്ചത്. പലപ്പോഴും ഉച്ചഭക്ഷണം പോലുമില്ല. രാവിലെ 11 മണിക്കൊരു വടയും കട്ടൻ ചായയും, അതുപോലെ ഉച്ചയ്ക്കും വൈകിട്ടും. അതുകൊണ്ട് തനിക്ക് നല്ലൊരു പേരും കിട്ടി. കുട്ടികളുടെ ഇടയിലും സഹപ്രവർത്തകരുടെ ഇടയിലും കട്ടൻ മാഷ്. കിട്ടൻ മാഷ് എന്ന തൻ്റെ സുന്ദരമായ നാമത്തെ വികൃതമാക്കി ആ അസുരപ്പറ്റങ്ങൾ. സർ, താങ്കൾ ഇത് അഡ്മിനിസ്ട്രേഷനിൽ കൊണ്ടു കൊടുക്കൂ. അവരാണിതൊക്കെ കൈകാര്യം ചെയ്യുന്നത്. ഞാൻ അക്കാഡമിക് സൈഡ് മാത്രമേ നോക്കുന്നുള്ളൂ. കുട്ടി ടാലൻ്റ് ആയിരിക്കണം. കുട്ടിയെ ഇൻ്റർവ്യൂ ചെയ്ത് അവരുടെ ടാലൻറ്റ് നോക്കിയേ ഞാൻ എടുക്കുകയുള്ളൂ. ഇവിടെ ഇംഗ്ലീഷിൽ മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ. മലയാളം സംസാരിച്ചാൽ ഫൈൻ അടയ്ക്കണം. പ്രിൻസിപ്പലിൻ്റെ ആജ്ഞ കേട്ട് മൂക്കത്ത് വിരൽ വെച്ചുപോയി. മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി കിട്ടിയ കാര്യമൊന്നും ഇവന്മാരറിഞ്ഞില്ലേ? 2500 വർഷം പഴക്കം വേണം ശ്രേഷ്ഠ ഭാഷാ പദവി കിട്ടണമെങ്കിൽ. അതിനുവേണ്ടി എന്തോരം കടമകളാണ് നമ്മുടെ മാതൃഭാഷ സഹിച്ചത്. പല്ല് തേക്കാത്ത സായിപ്പിൻ്റെ വായിൽ തോന്നിയത് വിളിച്ചു പറയുന്ന ഇംഗ്ലീഷിൽ വെറും 26 അക്ഷരമല്ലേ ഉള്ളൂ. അതിൻ്റെ ഇരട്ടിയിലധികമുള്ള മലയാളത്തെ കൊച്ചാക്കുന്നു. ഈ വിദ്യാലയങ്ങളെ എന്തു പേരിട്ടാണ് വിളിക്കേണ്ടത്? മനസ്സിൽ തേട്ടിയ ദേഷ്യമെന്നോ ഒതുക്കി ഭവ്യതയോടെ അവിടെ നിന്നും ഇറങ്ങി നേരെ ചെന്നത് അടുത്ത കെട്ടിടത്തിലുള്ള അഡ്മിനിസ്ട്രേഷൻ ഓഫീസിലേക്കാണ്. അവിടെ നേരെ കണ്ടയാളോട് കാര്യം പറഞ്ഞു. കത്തും കൊടുത്തു. കത്ത് വായിച്ചിട്ട് ടിയാൻ്റെ മുഖത്ത് പ്രസന്നതയില്ല. സർ, ഇവിടെ ഇപ്പോൾ വേക്കൻസി ഒന്നുമില്ല. നല്ലൊരു തുക പ്രതീക്ഷിച്ചിരിക്കുന്ന അവർക്ക് എന്തു റെക്കമെൻഡേഷൻ? എന്തു പറഞ്ഞിട്ടും അയാൾക്കൊരു കുലുക്കവുമില്ല. നിരാശയോടെ മടങ്ങുമ്പോഴും മനസ്സിലൊരു പ്രതിജ്ഞ എടുത്തു. ഇനി എൻ്റെ കുട്ടി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്കില്ല. അവൾ അക്ഷരസ്ഫുടതയോടെ നല്ല മലയാളം പഠിച്ച് മിടുക്കിയായി വളർന്നാൽ മതി. അവളുടെ അച്ഛനെയും ഞാൻ മലയാളം സ്കൂളിൽ ചേർത്തല്ലേ പഠിപ്പിച്ചത്. അവൻ എന്താ ഇപ്പോൾ കുറവ്? 5 അക്ക ശമ്പളമുള്ള ജോലിയല്ലേ അങ്ങ് ദുബായിൽ. ആ ചിന്തയോടെ വീട്ടിലെത്തിയതറിഞ്ഞില്ല. തൻ്റെ പ്രേയസിയിൽ നിന്നും ഒരു ഗ്ലാസ് സംഭാരം അകത്താക്കിയപ്പോഴാണ് മനസ്സ് തണുത്തത്.